ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കിച്ചന്റെ ഡോർ തുറന്നു വരുമ്പോൾ തന്നെ കിച്ചന്റെ ഉള്ളിൽ മൊത്തം ഫുൾ ലൈറ്റ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു കിച്ചന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ലൈറ്റ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സൺലൈറ്റ് വരുമ്പോൾ തന്നെ കിച്ചൺ മൊത്തം നല്ല വെളിച്ചവും പ്രകാശമൊക്കെ നിറഞ്ഞ് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കിച്ചൺ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ഒരു സൺലൈറ്റും കൂടി ആകുമ്പോഴേ കിച്ചണിൽ എന്താ പറയാ, നമുക്ക് വർക്ക് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് ഒട്ടും മടി തോന്നിയില്ല. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ മാവ് വാങ്ങിച്ചത് എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് നമ്മുടെ വീടിനടുത്തുള്ള ബ്രാൻഡാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ വലപ്പാടുള്ളവർക്ക് അറിയാം, ഇത് നമ്മുടെ വലപ്പാടുള്ള ഒരു ബ്രാൻഡാണ്. ഞാനൊരു 4-5 വട്ടമായിട്ടോ ഈ ഒരു ദോശമാവ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നിയറസ്റ്റ് ഇവിടെ പാലക്കാടും നമ്മുടെ ആ ഒരു ബ്രാൻഡ് ഇവിടെ അവൈലബിൾ ആവാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ ഒരു ന്യൂസ്. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ നിയറസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആയി. പിന്നെ ഇതിന്റെ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ദിസ് ഇസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ കേട്ടോ, അത് ആദ്യം ഞാൻ പറയാണ്. ഇതിന്റെ ടേസ്റ്റ് വൈസ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു 4-5 വട്ടമായിട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് മാസമായിട്ടുള്ളൂ എനിക്ക് ഇവിടെ അവൈലബിൾ ആവാൻ തുടങ്ങിയിട്ട്. ഇനി അതിന് മുമ്പ് ഉണ്ടായിരുന്നോ അറിയില്ല. ഞാനിതിപ്പോ ഒരു 4-5 വട്ടം യൂസ് ചെയ്യുന്നത്. നമ്മൾ ദോശയൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ നൈസായി പരത്തിയിട്ട് കുറച്ച് ഓയിലോ നെയ്യൊക്കെ കൂടി ചേർത്ത് അത് നല്ലപോലെ മുരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മുടെ ഫേവറേറ്റ് ദോശയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുന്നേ. എനിക്ക് അത്ര ഇഷ്ടമായിട്ടോ. അപ്പൊ ഇതുവരെ യൂസ് ചെയ്ത് കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഇതുവരെ എനിക്ക് അടിപൊളിയായിട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന സവാളയും 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളിയും ഞാനിപ്പോ ഇവിടെ എടുത്തേക്കുന്നത് എന്താണെന്ന് അറിയോ, നല്ലൊരു ചമ്മന്തി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. ഈ ദോശയ്ക്ക് നല്ല മൊരിഞ്ഞ ദോശയ്ക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് രാവിലെ കോംബോ കൊടുക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. അപ്പോഴേക്കും നമ്മുടെ സിനമൺ വാട്ടർ ഒക്കെ തിളച്ച് വന്നപ്പോൾ ഈ ഒരു കളറായപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന സിനമൺ വാട്ടറിൽ ചായപ്പൊടി ഇട്ടിട്ട് ചായ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ച് വന്നപ്പോൾ അത് നല്ലപോലെ കഴുകി അതും കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം. കോക്കനട്ട് ഓയിൽ ചൂടായ ശേഷം കടുക് പൊടിച്ച് 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ നന്നാക്കി വെച്ചേക്കുന്ന 2 അല്ലി വെളുത്തുള്ളി, ഒരു സവാള, ഒരു തക്കാളി ഈ ഒരു പരുവത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നല്ലപോലെ സോൾട്ട് ചേർത്തിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അധികം വഴണ്ട് വരണ്ട. ഒരു മീഡിയം ഇതിലാവുമ്പോൾ തന്നെ നമുക്ക് ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 3/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ 2 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാനായിട്ട്. എന്നിട്ട് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അത് ചൂടാറാൻ വെച്ച സമയം കൊണ്ട് ഞാൻ 2-3 ദോശ നല്ല നൈസായിട്ട് നല്ല കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ച്, നെയ്യില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത്, മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ പണികൾ. അപ്പൊ നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊന്നും ഇറക്കി അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ദോശയും ഞാനൊരു 2-3 എണ്ണം ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു മാവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ നാട്ടിലുള്ള ബ്രാൻഡ് ആയതുകൊണ്ട് പറയല്ല കേട്ടോ, ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞതാണ്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തിക്കൂട്ട് ചൂടാറി വന്നപ്പോൾ ഇതേപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്ത് ടേസ്റ്റ് അറിയോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ശരി, ടാറ്റ ബൈ ബൈ, സീ യു.